അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇപ്പം നോമ്പ് തുടങ്ങുന്നല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കാൻ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? മാഷാ അല്ലാഹ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ഓരോ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയ വിശുദ്ധിയോടുകൂടി ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഈ കർമ്മം അനുഷ്ഠിക്കുന്നു എന്ന ആ ഒരു ഇൻറ്റൻഷനാണ്. അറബിയിൽ അതിന് പറയുന്ന പേരാണ് നിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ നിയ്യത്ത് ഉദ്ദേശമനുസരിച്ചാണ്. കർമ്മങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ആദത്തുകളുണ്ട്, ഇബാദത്തുകളുണ്ട്. ആദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, മാർക്കറ്റിൽ പോകുന്നു, അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുന്നു, പല കാര്യങ്ങളും നമ്മൾ ട്രഡീഷണലായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനപ്പുറം ഞാൻ ഈ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും എനിക്ക് സ്വർഗം ലഭിക്കണമെന്ന ചിന്ത, അതാണ് ഇബാദത്ത്. അപ്പോൾ ആദത്തിൽ നിന്ന് ഇബാദത്തിനെ വേർതിരിക്കുന്നത് നിയ്യത്താണ്. അപ്പോൾ നോമ്പനുഷ്ഠിക്കുമ്പോഴും അള്ളാഹുവെ നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എനിക്ക് അനുവദിക്കപ്പെട്ട അന്നപാനീയങ്ങൾ, ഭക്ഷണം എല്ലാം ഉപേക്ഷിക്കുന്നു എന്ന ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് നോമ്പ് നമ്മൾ ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ കേവലം പട്ടിണിയായിട്ടത് പരിണമിക്കും. അതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.